ഫ്രാങ്ക്ലിൻ ഭായ് പറഞ്ഞ മതി. മെസ്സി മാമ വരെ നമ്മൾ ഫ്രണ്ട്സ് ആയി. ഇനി നമുക്ക് റൊണാൾഡോ മാമന്റെ വീട്ടിലോട്ടല്ലേ പോകേണ്ടത്. മെസ്സി മാമന്റെ വീട്ടിൽ വന്നിട്ട് മെസ്സി മാമന്റെ എല്ലാ കാറുകളും നമ്മൾ കണ്ട്. അതുമാതിരി അടുത്തത് ഈ കാണാൻ സൂപ്പർ ഗ്യാരേജ് അറിഞ്ഞ് കാണാനുള്ളത്. അതുമാതിരി റൊണാൾഡോ മാമന്റെ ഗ്യാരേജ് കാണണ്ടേ? അതേടാ ചിഞ്ചാനെ, മെസ്സി മാമൻ പറഞ്ഞ ജോലി ചെയ്ത് കൊടുത്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് റൊണാൾഡോയെ കാണാൻ പറ്റും. അറിയോ നിനക്ക്? റൊണാൾഡോയുടെ കാറാണ് നമുക്ക് എടുത്തുകൊടുക്കേണ്ടത്, അതും പോലീസുകാരുടെ കയ്യിൽ നിന്ന്. അല്ലേ മെസ്സി? അതെ ഫ്രാങ്ക്ലിൻ, റൊണാൾഡോയുടെ കാറ് നിങ്ങൾ പോലീസിന്റെ കയ്യിൽ നിന്ന് എടുത്തു വരുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയി റൊണാൾഡോയെ മീറ്റ് ചെയ്യാം. ഓ ഫ്രാങ്ക്ലിൻ ഭായ്, റൊണാൾഡോ മാമനെ മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ മുട്ടി നിൽക്കുവാണ്. അതെ ഫ്രാങ്ക്ലിൻ, ആ കാണുന്ന ഗ്യാരേജിനുള്ളിലാണ് ഞാൻ പറ സൂപ്പർ ബൈക്കിലുള്ളത്. ഈ കാണുന്ന ഗ്യാരേജിൽ വിളിച്ച ലെറ്റ്സ് ഗോ. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. പോലീസുകാരുടെ അടുത്ത് ചേസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബൈക്ക്. എന്റെ മൂന്ന്, ഇത് BMW ബൈക്കല്ലേ? അത് മാത്രമല്ല കൂടെ ഏതോ ഒരു സൂപ്പർ ബൈക്ക് ഉണ്ടല്ലോ. എനിക്ക് അങ്ങ് കണ്ടിട്ട് അങ്ങ് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല ഏതാണ് ആ ബൈക്ക്. അതുമാതിരി റേഞ്ച് റോവർ, താറ്, റാംഗ്ലർ, ഒരുപാട് വണ്ടികൾ ഇതിനുള്ളിലുണ്ട്. മെസ്സി പറഞ്ഞ സൂപ്പർ ഗാരേജ്. ഇതിത്തെ BMW എടുത്തിട്ട് വേണം പോലീസുകാരുടെ അടുത്ത് പോയി ഇത് ചേസ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഫ്രാങ്ക്ലിൻ ഭായ്, എന്നാ പിന്നെ നോക്കണ്ട, എത്രയും പെട്ടെന്ന് വണ്ടി എടുത്തങ്ങ് ഇറങ്ങിക്കോ. ലെറ്റ്സ് ഗോ ഫ്രാങ്ക്ലിൻ ഭായ്, ലെറ്റ്സ് ഗോ. ഫ്രാങ്ക്ലിൻ ഭായ്, ജനിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ മെസ്സിയോ റൊണാൾഡോയോ നെയ്മറോ ആയിട്ട് ജനിക്കണം. മനസ്സിലായ? അതെന്ത് പറ്റിയാടാ ചിഞ്ചാനെ? ഫ്രാങ്ക്ലിൻ ഭായ്, മെസ്സി റൊണാൾഡോയുടെ കയ്യിലൊക്കെ ഒരുപാട് പൈസയുണ്ട്. കണ്ട ഈ കാണുന്ന വണ്ടികൾ മൊത്തം നമ്മുടെ മെസ്സി മാമന്റെയാണ്. അതേടാ ചിഞ്ചാനെ, മെസ്സിയുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. അതുകൊണ്ടാണ് മെസ്സിക്ക് ഈ കാണുന്ന വണ്ടി അർജന്റീന ഗിഫ്റ്റ് കൊടുത്തത്. പക്ഷെ നമ്മൾ മെസ്സിക്ക് സഹായിച്ചത് കൊണ്ടാണ് നമ്മളെ മെസ്സി വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളെ ഫ്രണ്ട് ആക്കിയത്. അറിയോ നിനക്ക്? ഫ്രാങ്ക്ലിൻ ഭായ്, മെസ്സി മാമനെ ഫ്രണ്ട് ആക്കിയാൽ മതി, നമുക്ക് റൊണാൾഡോനെ ഫ്രണ്ട് ആക്കണ്ടേ? ഒന്ന് ആലോചിക്ക്, മെസ്സിനെ റൊണാൾഡോന്റെ കൂടെ ലെഫ്റ്റ് സൈഡിൽ മെസ്സി, റൈറ്റ് സൈഡിൽ റൊണാൾഡോ ആയിട്ടൊരു സെൽഫി ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടാലും പറയണ്ട ഫ്രാങ്ക്ലിൻ ഭായ്, വിഷയമാകും. എടാ ചിഞ്ചാനെ, മെസ്സി നമ്മളെ ഇതുവരെ കണ്ടിട്ടില്ല. മെസ്സി ഇപ്പൊ വരും നമ്മളെ കാണാനായിട്ട്. മെസ്സിയുടെ മാനേജർ പോയിട്ട് വിളിക്കാനായിട്ട്. അഥവാ മെസ്സിക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, മെസ്സിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, മെസ്സി നമ്മൾ ചോദിക്കണത് എന്തും നമുക്ക് ചെയ്തു തരും. അറിയോ നിനക്ക്? ഫ്രാങ്ക്ലിൻ ഭായ്, അങ്ങനെയാണെങ്കിൽ മെസ്സി മാമൻ വരട്ടെ, എന്നിട്ട് നമ്മൾ സംസാരിച്ച് ഡീലാക്കാം. ഫ്രാങ്ക്ലിൻ ഭായ് കണ്ടോ എന്തോരം വണ്ടിയാണ് മെസ്സി മാമന്റെ ഗാരേജിലൊക്കെ. ഇതുമാതിരി ഒരു വണ്ടി നമുക്കും വേണ്ട ഫ്രാങ്ക്ലിൻ ഭായ്, ഇതുമാതിരിയുള്ള ഒരു ഗാരേജ്. ഫ്രാങ്ക്ലിൻ ഭായ് ഇത് നോക്കിയേ, ഇത്രയും അധികം വണ്ടികള്. അത് മാത്രല്ല ഇത് നോക്കിയേ, ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട, നിലത്ത് ലോസ് ആൻഡോ സിറ്റി. സിറ്റിക്ക് മേലാണ് മെസ്സി മാമൻ വീട് പണിതേക്കണത്. അതുമാതിരി തന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിയ ലോസ് ആൻഡോ സിറ്റി മൊത്തം കാണാം. നമ്മുടെ വീട് കാണാൻ പറ്റുമോ? നമ്മുടെ വീട് ഈ ഭാഗത്ത് എവിടെയാണല്ല? അല്ല, നമ്മുടെ വീട് ഈ മലയ്ക്ക് അപ്പുറമാണ്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ വീട് കാണാൻ പറ്റുമോ? ഇല്ല, നമ്മുടെ വീട് മാത്രമേ കാണാൻ പറ്റത്തില്ല. ഫ്രാങ്ക്ലിൻ ഭായ്, ഇത് മാത്രമുള്ള ഗാരേജ് നമുക്ക് സെറ്റ് ആക്കണം. അതിന് ഫ്രാങ്ക്ലിൻ ഭായ് എന്താണ് ഫ്രാങ്ക്ലിൻ ഭായ് നമുക്ക് ചെയ്യേണ്ടത്? ചിഞ്ചാനെ, നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ലാടാ ചിഞ്ചാനെ. നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. ആരോ വരുന്നുണ്ടാ? അവര് വന്നിട്ടുണ്ട്, നമ്മുടെ വണ്ടി സഹായിക്കാമെന്ന് നമ്മ ചെയ്തു തന്നില്ലേ ആ ലംബോർഗിനി. നമ്മ ആയാളോ? ആര്? മനസ്സിലായില്ല. സാറിന്റെ ലംബോർഗിനി കൊണ്ടുവന്നില്ലേ, അത് പോലീസുകാരിൽ നിന്ന് എടുത്തോണ്ടെന്നാള് അവര് വന്നിട്ടുണ്ട്. അടിയിൽ സാറിനെ കാണാൻ വെയിറ്റ് ആക്കുന്നുണ്ട്. അവരോ? ഫ്രാങ്ക്ലിനും ഷിഞ്ചാനും? വെയിറ്റ് ആക്കാൻ പറ. ഞാൻ ദേവിരുന്ന് ഞാനിന്ന് വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തു നോക്കട്ടെ. നാളെ എനിക്ക് മാച്ച് ഉള്ളതാണ്, അറിയത്തില്ലടോ. സാർ, നാളെ ഷാർപ്പ് 9:00 മാച്ച് തുടങ്ങുന്നത്. അതെ, അതിനുള്ള വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യട്ടെ. ബോഡിന്ന് വാമപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് ടെസ്റ്റ് കളിക്കാനായിട്ട്. എന്നിട്ട് വേണം എനിക്ക് നാളത്തെ മാച്ചിൽ ജയിക്കാനായിട്ട്. താൻ പോയിട്ട് അവിടെ വെയിറ്റ് ആക്കാൻ പറ അവരടുത്ത്. ഓക്കെ സാർ, അവര് സാറിന്റെ ഗാരേജിലുണ്ട് കേട്ടോ. അത് ഞാൻ നോക്കിക്കൊണ്ട്. താ വിട്ടോ. ഫ്രാങ്ക്ലിൻ ഭായ്, ആ മാനേജർ നടന്നു വരുന്നുണ്ട്. ഏത് മാനേജറാ? ഫ്രാങ്ക്ലിൻ ഭായ്, മെസ്സി മാമന്റെ മാനേജർ. അയാള് വരുന്നുണ്ടാ? എവിടെ? ഫ്രാങ്ക്ലിൻ, മെസ്സി ഇപ്പൊ വരും. നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വായോ കേട്ടോ. എന്ത്? മെസ്സി ഇപ്പൊ വരുന്ന? ചിഞ്ചാനെ, ഒന്നും മിണ്ടാണ്ടിയടാ. ബാ, നമുക്ക് ആ മാനേജറെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ വായോ. ഓൾറൈറ്റ്, നിങ്ങളിപ്പോ എന്തായാലും ഇവിടെ ഇരിക്കും. മെസ്സിദാറിന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. മെസ്സിദാർ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ റിലാക്സും കാര്യങ്ങളും ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ കൊടയ്ക്ക് താഴെ ഇരുന്നതാണ് മെസ്സിദാർ ഏറ്റവും കൂടുതൽ മനഃശാന്തിയായി വിശ്രമിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ട് ഈ സ്ഥലത്തോട്ട് ഇരിക്കാനായിട്ട്. മെസ്സിദാർക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഇവിടെ കയറ്റാറുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാ ഷിഞ്ചാനെ? ഞാനേ കേട്ട സത്യമാടാ.
ഫ്രാങ്ക്ലിൻ ഭായ് അതന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഈ ഷിൻജാൻ കേട്ടത് മൊത്തം സത്യമാണ്. നമ്മള് ഫേവറേറ്റ് ആൾക്കാരായ മെസ്സിക്ക് അതെ, നിങ്ങളിപ്പോ മെസ്സി സാറിന്റെ ഫേവറേറ്റ് ആളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോസ് ആൻഡോസ് സിറ്റിയിൽ ആരും ഇതുവരെ ചെയ്തു കൊടുക്കാത്ത സഹായമാണ് മെസ്സി സാർക്ക് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു കൊടുത്തത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു കൊടുത്ത മാതിരി ഗൈസ്, നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. എന്തായാലും നിങ്ങൾ കാണുക ആ വീഡിയോ. മെസ്സി സാർക്ക് നമ്മൾ എന്താണ് ചെയ്തു കൊടുത്തതെന്ന് കേട്ടോ. അതെ, മെസ്സിക്ക് നമ്മൾ ചെയ്തു കൊടുത്ത സമ്മാനം, അതായത് ആ ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ഒരു കിടിലായിരുന്നു. മെസ്സി സാർ എന്തായാലും വരട്ടെ. ശിഞ്ഞാരെ, നമുക്ക് എന്തായാലും ഒരു കോഫിയൊക്കെ കുടിച്ചങ്ങിരിക്കാം. മാനേജർ സാർ, ഒരു ക്യാപ്പിച്ചീനോ കിട്ടോ? ക്യാപിച്ചിനോ? ഓ, ഇപ്പൊ കൊണ്ടുവരാം, വെയിറ്റ് ആക്കൂ. ഓൾ റൈറ്റ്. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് എന്റെ പിള്ളേരെവിടെ, എന്റെ ഫ്രണ്ട്സ് എവിടെ? ആ രണ്ടുപേരും എനിക്ക് കാണാൻ ഇത്രയ്ക്കും ധൃതിയായി. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അവന്മാരടുത്ത് പറയാനുണ്ട്. അതാണ് ഞാൻ അവന്മാരെ വിളിപ്പിച്ചത്. എവിടെ അവന്മാര്? മാനേജർ ഇത് എവിടെ കൊണ്ടാണ് നിർത്തിയത്? ഓപ്പൺ ദ ഡോർ. ഓൾ റൈറ്റ്. എന്തൊരു നല്ല ക്ലൈമറ്റ് ആണ് നോക്കൂ. ഇത് നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റിയ ടൈം. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്റെ ഫേവറേറ്റ് ആൾക്കാർ. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? ഷിൻജാനെ, ദേ നോക്കടാ, മെസ്സി വരുന്നു. മെസ്സി. ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ ഈ കാണുന്നത് മൊത്തം സത്യമാണോ? മെസ്സി നടന്നു വരുന്നു. മാനേജർ, അവർക്ക് ജ്യൂസും കാര്യങ്ങളും കൊടുത്തായിരുന്നോ? സാർ, അവർക്ക് ക്യാപിച്ചിനോ കൊടുത്തായിരുന്നു. അത്രയോ? അവർക്ക് എന്താണ് വേണ്ട സാർ കൊടുത്തേക്കണം. കേട്ടല്ലോ? സാർ, സാറ് പറഞ്ഞ മാതിരി എല്ലാം ഞങ്ങൾ ചെയ്തോണ്ട്. ഗുഡ് മോർണിംഗ് മെസ്സി, ഗുഡ് മോർണിംഗ്. ഷിൻജാൻ, എന്തൊക്കെയുണ്ട്? ക്യാപിച്ചിനോ എങ്ങനെയുണ്ട് മെസ്സി? കാപ്പച്ചിനോ? എന്നെ എന്താണ് വിളിച്ചത്? ഫ്രാങ്ക്ലിനോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഷിൻജാനെ, നമ്മുടെ പേരൊക്കെ മെസ്സിക്ക് അറിയാം. ഫ്രാങ്ക്ലിൻ ഭായ്, എന്റെ പേര് അറിയാം മെസ്സിക്ക്. അത് പിന്നെ അറിയാണ്ടിരിക്കും ഫ്രാങ്ക്ലിൻ. ഷിൻജാൻ, നിങ്ങളല്ലേ ഈ ലോസ് ആൻഡോസിലെ ഫേമസ് ആയിട്ടുള്ള രണ്ടാൾക്കാര്. ബൈ ദ ബൈ ഫ്രാങ്ക്ലിൻ, താങ്ക് യു കേട്ടോ, താങ്ക് യു. എനിക്ക് അർജന്റീനയിൽ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ലംബോർഗിനിയാണ് നിങ്ങൾ നിസ്സാരമായിട്ട് എനിക്ക് എത്തിച്ചു തന്നത്. അതും പോലീസുകാരുടെ കയ്യിൽ നിന്നും സാഹസികമായിട്ടാണ് നിങ്ങൾ റെസ്ക്യൂ ആക്കി ആ വണ്ടി കൊണ്ടുവന്നത്. താങ്ക് യു ഫ്രാങ്ക്ലിൻ, ഒരിക്കലും ഞാൻ ഈ കടമ മറക്കത്തില്ല. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ മെസ്സി? ഇതൊക്കെ എന്തില് താങ്ക് യു പറയാൻ നിൽക്കുന്നത്? അത് കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു സുഹൃത്ത് ബന്ധം, അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിലല്ലേ നമ്മൾ ചെയ്തത്. അതാണ് ഷിൻജാനെ. അതെ മെസ്സി മാമ, അതന്നെ, നമ്മൾ ഇന്നോട്ട് ഫ്രണ്ട്സ് ആണ്. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. ഒരു ഫ്രാങ്ക്ലിനും മെസ്സിയും, അതായത് ഫ്രാങ്ക്ലിനും ഷിൻജാനും ഈ മെസ്സിയുടെ ഫ്രണ്ട് ആണെന്ന് പറയുന്നതിൽ ഐ ആം സോ പ്രൗഡ്. എന്റെ മോനെ, ഇങ്ങനത്തെ രണ്ട് ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ ഈ കേൾക്കണ സത്യമാണ് ഫ്രാങ്ക്ലിൻ ഭായ്, സ്വപ്നമാണോ ഇത്? ഷിൻജാനെ, ഞാനും ഇതൊരു സ്വപ്നമായിട്ടാണ് കാണുന്നത്. ഇത്രയും വലിയൊരു ഫുട്ബോൾ കളിക്കാരൻ, വലിയൊരു ഫേമസ് ആണ്, നമ്മളെ ഫ്രണ്ട് ആക്കിയെന്ന് വെച്ചാല് ഒന്നും പറയാനില്ല. അതെ ഫ്രാങ്ക്ലിൻ, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റൊണാൾഡിനോ. അറിയോ റൊണാൾഡോ നിങ്ങൾക്ക്? നമ്പർ 7. എന്ത് മെസ്സി മാമ, റൊണാൾഡോനെ അറിയോന്ന്? പിന്നല്ലാണ്ട് നിങ്ങളെ മാതിരി ഞങ്ങൾക്ക് റൊണാൾഡോനെ ഇഷ്ടം, നെയ്മറിനെ ഇഷ്ടമാണ്. അറിയോ? നമ്മുടെ ഹെൽപ്പോ? റൊണാൾഡോക്ക് വേണ്ടിയാ? എന്താണ് അത്? പിന്നെ ഫ്രാങ്ക്ലിൻ, സംഭവം എന്താണെന്ന് വെച്ചാൽ എന്റെ വണ്ടി പിടിച്ച മാതിരി റൊണാൾഡോന്റെ ഒരു സ്പെഷ്യൽ BMW, അതായത് ഒരു സൂപ്പർ കാറാണ് ആ BMW. സൂപ്പർ മോഡിഫൈഡ്, സ്പെഷ്യൽ ആയിട്ട് മോഡിഫൈഡ് ചെയ്ത് ഇറക്കിയ വണ്ടിയാണ് ആ കാണുന്നത്. നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റിയിലെ ഷിപ്പ് യാർഡിൽ കിടപ്പുണ്ട്. അത് ഫ്രാങ്ക്ലിൻ, നിങ്ങൾ എനിക്ക് കൊണ്ടുതരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റൊണാൾഡോയെ വീട്ടിലോട്ട് പോകാനും റൊണാൾഡോയെ മീറ്റ് ചെയ്യാനും ഞാനൊരു അവസരം ഉണ്ടാക്കി തരാം. നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം. എന്ത് പറയുന്നു? അപ്പൊ അങ്ങനെ വരുമ്പോ മെസ്സിക്ക്, അതായത് എനിക്ക് എന്തെങ്കിലും സഹായം വന്നാലും റൊണാൾഡോക്ക് എന്ത് സഹായം വന്നാലും ഫ്രാങ്ക്ലിൻ നിന്നെ ആയിരിക്കും വിളിക്കാൻ പോകുന്നത്. ഡീൽ ഓക്കെ ആണോ? ഫ്രാങ്ക്ലിൻ ഭായ്, നിങ്ങൾ ചെയ്തു കൊടുക്കും ഫ്രാങ്ക്ലിൻ ഭായ്. മെസ്സി മാമന്റെ മാതിരി റൊണാൾഡോ മാമനായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം. ഫ്രാങ്ക്ലിൻ ഭായ്, അത് പിന്നെ ഞാനിപ്പോ യെസ് പറയണോ നോ പറയണോ? ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ നമ്മളെ മെസ്സിയുടെ വണ്ടി എടുത്തുകൊണ്ടുപോയാല് പോലീസുകാർ തപ്പി നടക്കുന്നുണ്ടോന്നാണ് എന്റെ ഒരു പേടി. എങ്കിൽ പിന്നെ ഫ്രാങ്ക്ലിൻ ഭായ്, നിങ്ങൾ ഒന്നും ചിന്തിക്കാണ്ട് ഫ്രാങ്ക്ലിൻ ഭായ് ചെയ്തു കൊടുക്കും. ഫ്രാങ്ക്ലിൻ ഭായ്, റൊണാൾഡോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്കിൽ പിന്നെ ഓക്കെ, എന്താണ് പ്ലാൻ? പറ മെസ്സി, നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ ചെയ്തുതരാം, ഒരു കുഴപ്പമില്ല. ഫ്രാങ്ക്ലിൻ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ പ്ലാൻ എന്താണ്? ആദ്യം അത് കേൾക്കട്ടെ. എന്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഷിപ്പ് യാർഡിൽ ഒരുപാട് ആൾക്കാരുണ്ടാകും.
കുറെ പോലീസുകാരുണ്ടാവും. അതിൽ ഞാൻ ഐഡിയ വെച്ചത് ഈ കാണുന്ന വണ്ടികളൊന്നും പോരാ, ഉള്ളിലിരിക്കുന്ന വണ്ടികളും പോരാ. പക്ഷെ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ആക്കാം. ഞാൻ ആലോചിക്കുക എന്താ വെച്ചാല്, ഞാൻ ഒരു വണ്ടി വായിച്ച് എന്തെങ്കിലും അറിയോ, പോലീസുകാരെടുത്ത് ഷിപ്പിയാടി പോകുന്നു, എന്റെ കയ്യിലുള്ള ഗണ്ണ് വെച്ചിട്ട് അമ്മാനെ വെടി വെച്ച് പേടിപ്പിക്കുന്നു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന എല്ലാ പോലീസുകാരും എന്റെ പിന്നാലെ ചേസ് ചെയ്ത് വരും. അതേസമയം ഷിൻജാനെ നീ പോയിട്ട് വേണം ആ BMW എടുത്തു കൊണ്ടുവരാനായിട്ട്. പോലീസുകാർ മൊത്തം എന്റെ പിന്നാലെ ആയിരിക്കും, പിന്നെ ആ ഷിപ്പിയാട് പോലീസുകാരുണ്ടാവത്തില്ല. ഫ്രാങ്ക്ലിൻ ഭായ്, അപ്പൊ ഈ മിഷനിൽ ഈ ഷിൻജാനും ഉണ്ടാ? ഓ പൊളി പൊളി പൊളി, ഇറ്റ്സ് ബിക്കം എന്റർടൈനിങ്. കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഫ്രാങ്ക്ലിൻ, ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്യാം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയൊരു ബൈക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. ലോസ് ആൻഡോസിറ്റിയിൽ ഏറ്റവും സ്പീഡ് കൂടിയ ബൈക്കാണ് നിങ്ങൾക്ക് തരാൻ പോണത്. അതും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള വണ്ടി, ഏറ്റവും കൂടുതൽ വില കൂടിയ വണ്ടി, അതായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരാൻ പോണത്. ആ വണ്ടി വെച്ച് നിങ്ങൾക്ക് നിഷ്പ്രയാസം രക്ഷപ്പെടാൻ പറ്റും പോലീസുകാരുടെ കയ്യിൽ നിന്നും. അതേത് വണ്ടി ഫ്രാങ്ക്ലിൻ ഭായ്? എടാ ഷിൻജാനെ, അതേത് വണ്ടിയാണ് എനിക്ക് മനസ്സിലായില്ല. എടോ മാനേജർ, ആ വണ്ടി നമ്മുടെ ഗാരേജിലുണ്ടോ അതോ നമ്മുടെ ഗസ്റ്റ് ഹൗസിലാണോ? സാർ, ആ വണ്ടി ഗാരേജിലുണ്ട്. എല്ലാ വണ്ടികളും നമ്മൾ ഈ കാണുന്ന മാൻഷനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രാങ്ക്ലിൻ വായോ, ഞാൻ കാണിച്ചു തരാം ആ വണ്ടി. കമോൺ, എന്റെ കൂടെ വരൂ. ആ ഗാരേജിലാണ് എന്റെ സ്പെഷ്യൽ, അതായത് സ്പെഷ്യൽ ആയിട്ട് എനിക്കുള്ള വണ്ടികൾ ഞാൻ വെച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും ഞെട്ടിപ്പോവും ആ വണ്ടി കഴിഞ്ഞാല്. ഇതാണ് അലക്സ, ഓപ്പൺ ദി ഗേറ്റ്. എന്താണ് ഗേറ്റ് തുറക്കാത്തത് അലക്സ? തുറക്കുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ കാണൂ, ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടികൾ. എന്റെ മോനെ ഫ്രാങ്ക്ലിൻ ഭായ്, ഇത് BMW മൈക്ക്. ഈ വണ്ടി ഞാൻ ധൂം സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ മോനെ BMW. ഫ്രാങ്ക്ലിൻ ഭായ്, ഇതിന്റെ സ്പീഡ് എത്രയെന്നറിയോ? 1000 km/h ആണ്. അതുമാതിരി ഈ ബൈക്ക് ഏതാണാവോ? ഗൈസ്, ഇത് ഏതാ ബൈക്ക് എടുത്ത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം, ഇത് ഏതാ ബൈക്ക് എന്ന്. ഓക്കെ, ആ കമന്റ് ഇട്ട ആളുടെ പേര് നമ്മൾ എന്തായാലും ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണമെന്നായിരിക്കും. അതുമാതിരി തന്നെ റേഞ്ച് റോവർ കാർ. ഇത് ദുബായിലെ അറബികളുടെ കയ്യിൽ മാത്രമല്ല ഈ വണ്ടി. അതുമാതിരി ഇത് എന്ത് മോഡിഫൈഡ് വണ്ടിടാ. താറാണ്, റാംഗ്ലർ ആണത്. ഇത് മോഡിഫൈഡ് വണ്ടിയാണ്. അതുമാതിരി ഫോർച്യൂണർ കാർ. എന്റെ മോനെ ഫ്രാങ്ക്ലിൻ ഭായ്, ഇതിലേത് വണ്ടിയാണ് മെസ്സിമാമ? ഇതിലേത് വണ്ടിയാണ് മെസ്സിമാമ നിങ്ങൾ പറഞ്ഞ വണ്ടി? ഫ്രാങ്ക്ലിൻ, ഈ കാണുന്ന BMW ഉണ്ട്, ഈ കാണുന്ന ബൈക്കാണ് ഫ്രാങ്ക്ലിൻ ഞാൻ പറഞ്ഞത്. അത് ശരി, ഈ കാണുന്ന ബൈക്കാണ് പറഞ്ഞത്. ഞാൻ നോക്കട്ടെ വണ്ടി. ഓൾ റൈറ്റ്. എന്റെ മോനെ, വിഷയം കൊള്ളാലോ. ഇത് സെറ്റ്. അപ്പൊ ഈ വണ്ടിയാണല്ലേ പറഞ്ഞത്? കൊള്ള. ഇത് നൈസായിട്ട് ത്രോട്ട് കൊടുക്കുമ്പോത്തിന് എന്ത് സ്പീഡിലാ പോണെന്ന് നോക്കിയേ. എന്റെ മോനെ, വിഷയം. ബ്രേക്ക് അടിക്കട്ടെ. ഇപ്പൊ ആ തോട്ടിലോട്ട് വിടാനേ ഇപ്പൊ നമ്മള്. ഓൾ റൈറ്റ്. കിടിലം. സെറ്റ്. ഫ്രണ്ടൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. ഈ വണ്ടിനെ നമുക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാം. മെസ്സി, ഈ വണ്ടി വെച്ചിട്ട് ഞാൻ എന്തായാലും റൊണാൾഡോക്ക് വേണ്ടിയുള്ള വണ്ടി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഉറപ്പാണിത്. ഇത് എന്റെ ഭാഗത്ത് നിന്ന് തരുന്ന ഒരു പ്രോമിസ് ആണ്. ഫ്രാങ്ക്ലിൻ, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ സാധനം നിങ്ങൾ ഡീലാക്ക്. ഓൾ റൈറ്റ്. എടാ ഷിൻജാനെ, വന്ന് വണ്ടി കയറി. ഈ ഫ്രാങ്ക്ലിന് ഒരു കാര്യം ഏറ്റെടുത്താല് അത് ചെയ്തു കൊടുത്തിട്ടേ ബാക്കിയുള്ളൂ. അപ്പം മെസ്സി, പോയേച്ചും വരാം. ബൈ മെസ്സി. ഷിൻജാനെ, ബൈ ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഒരു പേരെ കൂടെ വരേണ്ടതാണ് ഇങ്ങോട്ട്. നമുക്ക് റൊണാൾഡോ ഒരു കമ്പനിയും പിടിക്കണം. ഓൾ റൈറ്റ്. എന്റെ മോനെ ഗൈസ്, ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ട? ഹന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു BMW ബൈക്ക്, അതായത് BMW സൂപ്പർ ബൈക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നത് ഹന്ന പറഞ്ഞ മാതിരി BMW സൂപ്പർ ബൈക്കാണ്. അപ്പൊ നിങ്ങളുടെ പേരും ഇതുമാതിരി വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ? വീഡിയോ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. ഓക്കെ, അതുമാതിരി ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിരിക്കുക. നമുക്കിപ്പോ എന്താ ഷിപ്പിയാടി പോണം. ഷിൻജാനെ, ഷിപ്പിയാടി ഞാനുള്ളത് നിനക്ക് ഐഡിയ അറിയാല? ഫ്രാങ്ക്ലിൻ ഭായ്, എല്ലാ ഐഡിയ എനിക്കറിയാം. സംഭവം എന്താ വെച്ചാല്, ഞാൻ അവിടെ പോയിട്ട് കണ്ട ഈ ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ വെടിവെക്കും. കണ്ടില്ലേ ഇങ്ങനെ? അപ്പൊ വെടിവെക്കുമ്പോ പോലീസുകാർ മൊത്തം എന്റെ പിന്നാലെ വരും. അതേസമയം നീ അവിടെ ഉണ്ടാവുന്ന വണ്ടി നീ അടിച്ചു മാറ്റണം. എന്നിട്ട് ഞാൻ പറഞ്ഞ ലൊക്കേഷനോട് കൊണ്ടുവരണം. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്, ഈ ഷിൻജാനെ പേടിക്കണ്ട. ഷിൻജാനൊരു കാര്യം വെച്ചാൽ അത് ഏറ്റതാണ് ഫ്രാങ്ക്ലിൻ. ഓക്കെ. ലെറ്റ്സ് ഗോ. ഞാൻ ഈ കാണുന്ന ബൈനോക്കുലർ വെച്ച് നോക്കട്ടെ. ഫ്രാങ്ക്ലിൻ ഭായ്, കാണുന്നുണ്ടാ? എത്ര പോലീസ് ഓഫീസർ ഉണ്ട്. അതുമാതിരി മെസ്സി അമ്മ പറഞ്ഞ മാതിരി റൊണാൾഡോയുടെ കാർ അവിടെ ഉണ്ടാ? എടാ ഷിൻജാനെ, ഇവിടെ നോക്കുവാണെങ്കിലുണ്ടല്ലോ ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടോ ഷിൻജാനെ? നോക്കിക്കേ, നിലത്ത് ഒരു ബറ്റാലിയൻ ആൾക്കാര്. അത് മാത്രല്ല എൻട്രൻസിൽ മൊത്തം പോലീസുകാരുണ്ട്. അത് മാത്രല്ല വെയിറ്റ്, ആ കാണുന്ന BMW അല്ലേ പറഞ്ഞത്? അതേടാ ഷിൻജാനെ, അതിന്റെ നമ്പർ പ്ലേറ്റ് നോക്കട്ടെ. CR7. ഷിൻജാനെ, അപ്പോ മെസ്സി പറഞ്ഞ വണ്ടി
ദാനാ കിടക്കുന്നു. ഷിൻജാനെ നമ്മുടെ ഐഡിയാസ് ഓർമ്മണ്ടല്ല, ഞാൻ നമ്മുടെ ബൈക്ക് എടുത്തിട്ട് നേരെ പോയി അവരെ വെടിവെക്കും, എന്നിട്ട് അവന്മാരെ പറ്റിക്കും, എന്നെ പോലീസുകാർ ചേസ് ചെയ്യുന്നു. നീ ആ സമയം കണ്ട ആ കാണുന്ന വഴി നേരെ നീ കയറണം, എന്നിട്ട് വേണം ആ കാണുന്ന BMW കാർ ഇരിക്കണം. അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, നിന്റെ ശ്രദ്ധ തിരിക്കണത് അതിലൊന്നും നീ ഫോക്കസ് ചെയ്യരുത്. നീ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ആ BMW, കേട്ടല്ല? ഫ്രാങ്ക്ലിൻ ഭായ്, ഈ ഷിൻജാനെ പറ്റി ഫ്രാങ്ക്ലിൻ ഭായിക്ക് അറിയത്തില്ല. ഫ്രാങ്ക്ലിൻ ഭായ് ചെല്ല്, എല്ലാ കാര്യവും ഈ ഷിൻജാനായിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഭായ് ധൈര്യത്തോടെ ചെല്ല്. ഗുഡ് ലക്ക്. ഷിൻജാനെ, ആദ്യമായിട്ട് മെസ്സി നമുക്കൊരു ഇത് തന്നതാണ്, ഒരു ചാൻസ്, ചളമാക്കരുത് കേട്ടാ? ഫ്രാങ്ക്ലിൻ ഭായ് ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഓക്കെ, നിന്നെ വിശ്വസിച്ചിട്ടാണ് ഈ ഫ്രാങ്ക്ലിൻ ബൈ പോണത്. ഓൾറൈറ്റ്, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പരിപാടി തുടങ്ങണം. നമ്മുടെ ബൈക്ക് അങ്ങെടുക്കട്ടെ. നമ്മുടെ ഗണ്ണും കാര്യങ്ങളൊക്കെ റീലോഡർ അല്ലേ? അതെ, റീലോഡർ ആണ്. ഓൾറൈറ്റ്, ദൈവമേ ഗൈസ്, നിങ്ങൾ എല്ലാരും വീഡിയോ ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കുമ്പോഴാണ് ഫ്രാങ്ക്ലിന് ഈ പ്രൊജക്ട് സക്സസ് ആക്കാനുള്ള ചാൻസ് കിട്ടുക. ലക്ക്. ഓൾറൈറ്റ്, ലെറ്റ്സ് ഗോ. പോലീസുകാരെ, ഇന്നാ പിടിച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. എടാ, സ്റ്റാർ 1 ദൈവമേ, 3 സ്റ്റാർ ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. എടാ ഷിൻജാനെ, കേക്കാവോ? ഫ്രാങ്ക്ലിൻ ഭായ് കേക്കാം, റേഡിയോയിലുണ്ട്, പറഞ്ഞോ. ഷിൻജാനെ, അവിടുന്ന് പോലീസുകാരൊക്കെ മാറിപ്പോയാ? നോക്കിയേ. ഫ്രാങ്ക്ലിൻ ഭായ്, ഇവിടെ പോലീസുകാരൊന്നുമില്ല. ഫ്രാങ്ക്ലിൻ ഭായിയുടെ പിന്നാലെ ഒരു ബറ്റാലിയൻ മൊത്തം പോലീസ് വരുന്നുണ്ട്. ഓക്കെ. ഓന്റെ പൊന്നോ, ദേ നിൽക്കുന്ന പോലീസുകാര്. സാറന്മാരെ, മണ്ടന്മാരെ, മാറിക്കോ. നമ്മളെന്തായാലും പോലീസുകാരെ കൊല്ലത്തില്ല. സ്റ്റാർ 5 ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഫ്രാങ്ക്ലിൻ ഭായ് പറഞ്ഞ മാതിരി 5-6 വണ്ടി പോലീസുകാർ പോയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയ സമയം. ലെറ്റ്സ് ഗോ. ആ വണ്ടി എത്രയും പെട്ടെന്ന് അടിച്ചു മാറിട്ട് പോലീസുകാരൊക്കെ ദേ പോണ്. കമോൺ ഷിൻജാൻ, യു ക്യാൻ. നമ്മൾ ഇനി വെയിറ്റ് ചെയ്യാൻ പോണത് റൊണാൾഡോയുടെ വീട്ടിലോട്ടായിരിക്കും. റൊണാൾഡോ ആയിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഷിൻജാന്, എന്റെ മോനെ, എടാ ഇതൊക്കെ ഏത് വണ്ടിടാ? എടാ ഓടിയല്ലടാ ഇത് കാറ്. എന്റെ മോനെ, റോൾസ് റൈസ്. അതുമാതിരി തന്നെ എടാ ഇത് ഏത് BMW? ഇത് BMW കൊള്ളാലോടാ. അതുപോലെ തന്നെ ഒരുപാട് കേടായ വണ്ടികളുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഫുള്ള് കിൻഡർ ജോയ് ആയിരിക്കോ? വെയിറ്റ്. ഫ്രാങ്ക്ലിൻ ഭായിന്റെ അടുത്ത് പറഞ്ഞുള്ളത് ശ്രദ്ധ, കോൺസെൻട്രേഷൻ മൊത്തം മെസ്സിയുടെ പറഞ്ഞ പ്രൊജക്റ്റിലായിരിക്കണം എന്നാണ് പറഞ്ഞേക്കണത്. കോൺസെൻട്രേഷൻ തെറ്റിക്കാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും. ഈ കസ്റ്റംസ് പിടിച്ചു വെച്ചേക്കണ സാധനങ്ങൾ എന്റെ കോൺസെൻട്രേഷൻ പറ്റത്തില്ല, മാറത്തില്ല. ലെറ്റ്സ് ഗോ. എന്തോരം വണ്ടികളാണ് പോലീസുകാർ പിടിച്ചു വെച്ചേക്കണത്. കസ്റ്റംസുകാർ ഇല്ലീഗൽ ആയിട്ടുള്ള എല്ലാ വണ്ടികളും നശിച്ച് കേടായി പോയല്ലോ. പക്ഷെ ഈ വണ്ടി നശിച്ച് കേടായി കളയാൻ ഈ ഷിഞ്ഞ സമ്മതിക്കത്തില്ല. ലെറ്റ്സ് ഗോ. മോനെ, ഇതിന്റെ വണ്ടിയുടെ ഉൾഭാഗം നോക്കണ, ഇന്റീരിയർ. ആദ്യമായിട്ടാണ് ദൈവമേ ഞാൻ BMW ഓടിക്കാൻ പോണത്. ദൈവമേ കാത്തുകൊള്ളേ. ലെറ്റ്സ് ഗോ. ഷിൻജാനെ, നീ വണ്ടി എടുത്താ? ഫ്രാങ്ക്ലിൻ ഭായ്, റേഡിയോ കേൾക്കാവോ? ഷിൻജാനെ, കേക്കാം. നീ വണ്ടി എടുത്താ? ഫ്രാങ്ക്ലിൻ ഭായ് വണ്ടി എടുത്തു. CR7 നമ്പർ പ്ലേറ്റുള്ള വണ്ടി എടുത്തു. ഓക്കെ. ഷിൻജാനെ, നീ എത്രയും പെട്ടെന്ന് വിട്ടോ, ഞാൻ പോകുന്ന വഴി വരണ്ട. ഓക്കെ. ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ സേഫാ. പോലീസുകാർ എന്റെ കൂടെ ഇല്ല. ഫ്രാങ്ക്ലിൻ ഭായ് സേഫാണ്. ഞാൻ സേഫ് ആണെന്ന് വെച്ചാല് ഷിൻജാനെ, സേഫാ. നീ നേരെ ബസ്സിലെ വീട്ടിലോട്ട് വാ, കേട്ടാ? സെറ്റ്. ഓൾറൈറ്റ്, ഇവിടെ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട്. മെസ്സിയുടെ ഈ സൂപ്പർ ബൈക്ക് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം നമ്മൾ ഈസി ആയിട്ട് രക്ഷപ്പെടും. മാറി നിൽക്കണ പോലീസുകാരോ, എന്റെ മോന്, ഇത് എന്തൊരു സ്പീഡാ! എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടണം. ഗൈസ്, എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമായി തന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പാർട്ട് 3 കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സിയുടെ വീട്ടിൽ പോകുന്നു, മെസ്സിനെ കാണുന്നു, അയ്യോ പോലീസ് മെസ്സിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു, അതൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുമാതിരി തന്നെ ഗൈസ്, നിങ്ങളുടെ പേര് ഇതുമാതിരി വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കണം. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളും കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കണമെന്നായിരിക്കും. ഗൈസ്, ഈ വണ്ടി നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടല്ലോ എന്ത് പെട്ടെന്ന് രക്ഷപ്പെടണം. നോക്കിയേ, സ്പീഡ് നോക്ക്. ഇത് നോക്കണോ, സ്പീഡ് നോക്ക്. മറ്റേ പാട്ടൊക്കെ വെച്ച് പോണോ? പോലീസുകാരെ ഒരു ബുള്ളറ്റ് പോലും നമ്മുടെ ദേഹത്ത് കെട്ടുന്നില്ല. ലെറ്റ്സ് ഗോ. പോലീസുകാരെ വണ്ടി പോലും നമ്മൾ പിടിക്കാൻ പറ്റുന്നില്ല. ഗൈസ്, അപ്പൊ എന്തായാലും പാർട്ട് 3 വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.